friends, so ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് മുമ്പേ പഠിച്ച ഷ സൗണ്ടിന്റെ പാർട്ട് 1 ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പാർട്ട് 2. കുറച്ചുകൂടെ എവിടേക്കാണ് ഈ ഒരു ഉച്ചാരണം വരുന്നത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. ഓൾറൈറ്റ്, എല്ലാത്തിനും മുമ്പേ ക്യാപ്ഷനിൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രമ്യ. ക്യാപ്ഷൻ ഒരു റെവല്യൂഷണറി ലേൺ ടുഗദർ ഇംഗ്ലീഷ് ഫ്ലുവൻസി പ്രോഗ്രാമാണ്. ഇത് വളരെ ഈസി, ക്വിക്ക്, ഫൺ, എഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ പ്രോഗ്രാം കൂടിയാണ്. മാത്രമല്ല വെറും 6 മാസം കൊണ്ട് ഒരു പുതിയ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഷ സൗണ്ട് നോക്കാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട്സ് ഷ സൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇംഗ്ലീഷ് വവൽ സൗണ്ട് ആണ്. കൂടാതെ എന്നുള്ള സൗണ്ട് ആണത്. അത് മാത്രം റെപ്രസെന്റ് ബൈ ദ ഫെനറ്റിക് സിമ്പിൾ ഇത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് ഷ സൗണ്ട് എന്തായിരുന്നു? അൺസ്ട്രെസ്ഡ് പ്രൊനൗൺസിയേഷൻ, അതായത് വളരെ സ്ട്രെസ് ഇല്ലാത്തൊരു പ്രൊനൗൺസിയേഷൻ ആണ്. അതായത് ഇപ്പം വാട്ട് എന്നൊക്കെ പറഞ്ഞു അത്തരം അല്ലാണ്ട് പ്രോബ്ലം എന്ന് വളരെ കുഞ്ഞിതായിട്ട് പറയുന്ന ആ ഒരു സൗണ്ടിനെയാണ്. അതായത് റിലാക്സ്ഡ് ടങ്, ലിപ്സ് ആൻഡ് ജോ, വളരെ റിലാക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രൊനൗൺസിയേഷനാണ്. ക്വിക്കാണ്, വളരെ ക്വിക്ക്. നമ്മൾ അറിയില്ല ചിലപ്പോൾ ഇതുണ്ട്, പക്ഷെ അത് മിക്കതിനകത്തും അത് പ്രസന്റ് ആണ്. ഓൾ റൈറ്റ്, നേരത്തെ പറഞ്ഞ തന്നെ ഷോ സൗണ്ട് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എനി ഓഫ് ദ വവൽ സൗണ്ട്സ് ലൈക്ക് vowel letters. sofa എയിൽ നമ്മൾ ഷ സൗണ്ട് ആണ് കൊടുക്കുന്നത്. celebrate, carrot, principal, കണ്ടോ, ആ ഒരു ആണ് വരുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഐ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ AEOUനെ കുറിച്ച് നോക്കി. ഇന്ന് നമ്മൾ ഐനെ കുറിച്ച് നമ്മൾ നോക്കാം. സോ ഉദാഹരണത്തിന് പെൻസിൽ അല്ല, പെൻസിൽ. കണ്ടോ, പെൻസിൽ, അവിടെ ഷ സൗണ്ട് ആണ് വരുന്നത്. അതുപോലെ തന്നെ horrible, കണ്ടോ, ആ ഐന്റെ പകരം horrible. That was a horrible joke. horrible. കണ്ടോ, സൗണ്ട് എങ്ങനെയാ വരുന്നത് കണ്ടോ. കൂടെ തന്നെ family, easily, family അല്ല, family, easily. All right. അടുത്തത് ER. ഈ ER വരുന്ന ആ ഒരു കോമ്പിനേഷൻ പർട്ടിക്കുലർ എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാൻ നോക്കാം. ഫാദർ എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഫാദർ. ടീച്ചർ. ആ അവിടെ ആക്ച്വലി നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് മൈൽഡ് ആയിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് കേൾക്കാൻ തന്നെ ഉണ്ടാവില്ല. ടീച്ചർ. All right. Weather. Later. Maybe later on. Later. കണ്ടോ, സൗണ്ട് എങ്ങനെയാ വരുന്നത് കണ്ടോ അവിടെ. All right. കൂടാതെ IO ഈ 2 കോമ്പിനേഷൻ വരുന്ന വാക്കുകൾ ഏതൊക്കെയായിരിക്കും? nation. കണ്ടോ, ഇൻഫർമേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ ഒരു സാധനത്തിനെ കുറിച്ച് പറഞ്ഞില്ല. ഇൻഫർമേഷൻ. ആക്ഷൻ. വിഷൻ. കണ്ടോ, ആക്ഷൻ, വിഷൻ. ഓൾ റൈറ്റ്. അടുത്തത് OU. ഇതിൻ്റെ എങ്ങനെയായിരിക്കും? ഫ്ലേവർ. കണ്ടോ അവിടെ. അതുപോലെ തന്നെ കളർ. ആ ഒരു സൗണ്ട് അവിടെ വരുന്നുണ്ടോ. ഹ്യൂമർ. നെയ്ബർ. ഗ്രേറ്റ്. സോ ഇത്തരം രീതിയിൽ ഒരുപാട് വേർഡ്സിൽ ലൈക്ക് കോമ്പിനേഷൻ വേർഡ്സ് അല്ലെങ്കിൽ വവൽ ലെറ്റേഴ്സിൻ്റെ ഓരോ അത് എവിടെയാണോ അതിൻ്റെ പൊസിഷനിങ് അല്ലെങ്കിൽ അതെവിടെയാണോ പ്രസന്റ് ആയിരിക്കുന്നത്. ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ വവൽ സൗണ്ട് തന്നെ ആവണമെന്നില്ല. അത്തരം രീതിയിൽ ഈ ഷോ സൗണ്ടാണ് അവിടെ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പം ഇതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇന്നതായിരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ, പക്ഷേ വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ സിമ്പിൾ കാണുമ്പോൾ നമ്മൾ ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് ഇനി നിങ്ങൾ ചിന്തിക്കരുത്. അതിന് പറയുന്നതാണ് ഷോ സൗണ്ട്. ഓൾറൈറ്റ്. ഇതുപോലെ നിങ്ങൾ പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി നിങ്ങളുടെ കോൺവെർസേഷനിലും കുഞ്ഞു ടോക്സുകളിലും ഇത്തരം വൃത്തിയിൽ പ്രൊനൗൺസ് ചെയ്ത് സംസാരിക്കാൻ പഠിക്കുക. ഓൾറൈറ്റ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഡൗട്ട്സ്, ക്വയറീസ് അല്ലെങ്കിൽ സജഷൻസ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്ഷൻസിൻ്റെ 30-day ഫ്രീ ട്രയൽ കിട്ടാൻ visit capshine.com അല്ലെങ്കിൽ Capshine ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓൾറൈറ്റ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.